കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ ഉൾപ്പെടെയുള്ളവരെ തള്ളി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദം കേന്ദ്രമന്ത്രി മനോജ് സിൻഹയുടെ കൈകളിലേക്ക് എത്തുമെന്നാണ് സൂചന. കിഴക്കൻ ഉത്തർപ്രദേശിലെ ഗാസിപ്പൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ മനോജ് സിൻഹ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നടത്തിയ മികച്ച പ്രകടനമാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്നാമതെത്താൻ കാരണം. മോദി സർക്കാരിന്റെ തുടക്കത്തിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന മനോജ് സിൻഹയ്ക്ക് പ്രവർത്തന മികവിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ടെലികോം വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായി സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു. വലിയ തർക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ശനിയാഴ്ച ലക്നൌവിൽ ചേരുന്ന പാർട്ടി നിയമസഭാ കക്ഷി യോഗം മനോജ് സിൻഹയെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കും. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഉത്തർപ്രദേശിലെ പുതിയ BJP സർക്കാർ അധികാരമേൽക്കുമെന്നാണ് സൂചന. അതേസമയം ഉത്തരാഖണ്ഡിൽ ത്രിവേന്ദ്ര സിംഗ് റാവത്തിനെ ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കും. ഡോയിവാലയിൽ നിന്നുള്ള നിയമസഭാ അംഗമായ റാവത്ത് കഴിഞ്ഞ BJP മന്ത്രിസഭയിൽ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്നു. സത്പാൽ മഹാരാജ്, പ്രകാശ് പന്ത് എന്നിവരെ തള്ളിയാണ് ത്രിവേന്ദ്ര സിംഗ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.